നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികളുമായിട്ടാണ് പെൺകുട്ടികൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഒരു ട്രാൻസ് വുമൺ തന്നെ റേപ്പ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള പരാതി വന്നിരുന്നു. മാത്രമല്ല അങ്ങനെ നിരവധി. പക്ഷേ ഇപ്പോഴും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് രാഹുലിനെതിരെ ഒരു പോലീസ് കേസ് എടുക്കാത്തത്? ഇത്രയേറെ പരാതികൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ഇങ്ങനെ ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തത്? റേപ്പ് ചെയ്യണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, റേപ്പ് ചെയ്യുന്നത് പോലെ സെക്സ് വേണമെന്നാണ്. വളരെ വിചിത്രമായ ഒരു ആവശ്യമാണ്. അത് ശരിയാണെങ്കിൽ വലിയൊരു മനോരോഗിയാണ്, വളരെ പെർവേറ്റഡ് ആയിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഇന്ന് പോലീസ് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പോലീസ് ഇപ്പോൾ ഗർഭഛിദ്രം സമ്മർദ്ദം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി എന്നതിൻ്റെ പേരിൽ കേസെടുക്കാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി ഒരു നിയമോപദേശം നേടി. ഈ നിയമോപദേശത്തിൽ പറയുന്നത് ഇപ്പോഴത്തെ നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ കഴിയില്ല. ഹൈക്കോടതി അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റ്യൻ കൊടുത്തൊരു പരാതി എറണാകുളം പോലീസിന് മുന്നിലുണ്ട്. അതിന് പ്രകാരമാണ് ഇപ്പോൾ കേസെടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ എന്ന് നിയമോപദേശം തേടിയത്. മറുവശത്ത് പോലീസിന് മേൽ കനത്ത സമ്മർദ്ദമാണ് ഭരണകൂടം ചെലുത്തുന്നത്, CPM ചെലുത്തുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശത്രുക്കൾ ചെലുത്തുന്നത്. വളരെ ആസൂത്രിത ക്യാമ്പയിൻ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായൊരു തലമുണ്ട്. ഇവിടെ സാധാരണ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലെ ഒരു നേതാവിനെതിരെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ സൈബർ കൊങ്ങികൾ, സൈബർ കോൺഗ്രസ് വിഭാഗങ്ങൾ, സൈബർ ഗ്രൂപ്പുകൾ വളരെ ശക്തമായി ഇതിനെ പ്രതികരിക്കും. ഇവിടെ അവരൊക്കെ നിശബ്ദരാണ്. ഇവിടെ ഒട്ടനവധി മാനങ്ങൾ ഈ സംഭവത്തിൽ വന്നിരിക്കുന്നു. ഒന്ന്, VD സതീശൻ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞു. രാഹുലിൻ്റെ ഏറ്റവും അടുത്ത മിത്രവും ജ്യേഷ്ഠ സഹോദരനുമെന്ന് രാഹുൽ വിശേഷിപ്പിച്ച ഷാഫി ഇന്നലെ ഡൽഹിയിലുണ്ടായിരുന്നു. മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കാതെ ബീഹാറിലേക്ക് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്ത വോട്ടർ ക്രമക്കേടിനെതിരെയുള്ള യാത്രയിൽ പങ്കെടുക്കാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിയിട്ട് ഷാഫി അപ്രത്യക്ഷനായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ ഒരാൾ പോലും പ്രതികരിക്കുന്നില്ല. കാരണം പ്രതികരിക്കാൻ പറ്റിയ വിഷയമല്ല, അതാണ് മുഖ്യം. മറുവശത്ത് വളരെ ആസൂത്രിതമായ ആരോപണങ്ങളും ആക്രമണങ്ങളും. ഒരു പരിധിവരെ ഇതൊക്കെ നമ്മൾ പോലും വിശ്വസിക്കുന്നൊരു ഘട്ടത്തിലാണിപ്പോൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയൊരു പെർവേർട്ടഡ് ആണ് എന്ന് പൊതുസമൂഹത്തിൽ ഒരു ധാരണയുണ്ടാക്കാൻ ഈ ക്യാമ്പയിൻ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവശേഷിക്കുന്ന ചില സംശയങ്ങളുണ്ട്. അത് നമ്മൾ ചോദ്യം ചെയ്തേ തീരൂ. ആ ചോദ്യത്തിനു കൂടി മറുപടി ലഭിച്ചാൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെർവേർട്ടഡായ ഒരു മനോരോഗിയാണോ, അതോ കേരളത്തിലെ സ്ത്രീകളെ ഇത്രയധികം വേട്ടയാടിയ നമ്മൾ കർണാടകയിൽ കണ്ട ഒരു പ്രജ്വൽ രേവണ്ണയാണോ, അതോ ഇനി സ്ത്രീകളെ വേട്ടയാടിയതിനപ്പുറം കൊടും ക്രൂരതകൾ നടത്തിയ ഒരു ക്രിമിനലാണോ എന്നൊക്കെ നിശ്ചയിക്കാൻ കഴിയും. ഒന്ന്, ഇന്നലെ ഒരു നടി രംഗത്തെത്തി, റിനി ആൻ ജോർജ്. പരസ്യമായി പലവട്ടം മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് രാഹുലിനെ റിനി വെല്ലുവിളിച്ചു. എന്നാൽ ഈ നിമിഷം വരെ റിനി ഒരു പരാതിയുമായി പോലീസിനെ സമീപിച്ചില്ല. ഏറ്റവും ഒടുവിൽ റിനിയെ പ്രകോപിപ്പിക്കാൻ VK ശ്രീകണ്ഠനെ പോലെയുള്ളവർ, കാരണം പാലക്കാട് സീറ്റ് ഒഴിഞ്ഞാൽ ശ്രീകണ്ഠന് കിട്ടും, അതിനുവേണ്ടി VK ശ്രീകണ്ഠൻ വളരെ പ്രകോപനപരമായ ചില പ്രസ്താവനകൾ ഇന്ന് നടത്തി. അർത്ഥനഗ്നയായി ചില മന്ത്രിമാർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ചില ആരോപിതരുണ്ട്. അവർ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ പരാതി നൽകട്ടെ എന്നൊക്കെയാണ് ശ്രീകണ്ഠൻ പ്രതികരിച്ചത്. അപ്പോൾ ശരിക്കും പ്രകോപിപ്പിക്കുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ. എന്നാൽ വലിയ പ്രകോപനങ്ങളൊന്നുമില്ലാതെ തന്ത്രപരമായ സമീപനമാണ് ഇന്നലെ VD സതീശൻ സ്വീകരിച്ചത്. സതീശൻ ഇന്നലെ രാഹുലിനെ തള്ളിപ്പറഞ്ഞ് ഈ പ്രസ്താവന നടത്തിയത് തന്നെയാണ് രാഷ്ട്രീയപരമായി നല്ലത്. കാരണം പരാതി ഉന്നയിച്ച ഇരയെ ഇന്നലെ VD സതീശൻ ചേർത്ത് പിടിച്ചു. എനിക്കെൻ്റെ മകളെ പോലെയാണ്, ഞാൻ ആ ദുരുദ്ദേശ മെസ്സേജുകളെക്കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നു, ഇതേക്കുറിച്ച് ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഇടപെട്ടിരുന്നു എന്നൊക്കെ സതീശൻ വിശദീകരിക്കുന്നു. അപ്പോൾ സതീശൻ പരാതിക്കാരിയെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഒരു വലിയ സമ്മർദ്ദമുണ്ട്. ഒന്ന്, രാഹുലിനെതിരെ പരാതികൾ പോലീസിലെത്തിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം അതിശക്തമായിരിക്കും. അതിന് റിനിക്കാണെങ്കിലും ഇപ്പോൾ പുതുതായി ആരോപണം ഉന്നയിച്ച് കടന്നു വന്ന ട്രാൻസ് വുമൺ അവന്തികയ്ക്കാണെങ്കിലും മറ്റാർക്കെങ്കിലും ആണെങ്കിലും ഇത് കഥയുടെ ഒരു വശം. മറുവശത്ത് രാഹുലിനെ അത്രയേറെ കേരളം ഇപ്പോൾ സംശയിച്ച് വെറുത്തിരിക്കുന്നത് ഗർഭചിത്രത്തിൻ്റെയും അതിന് കാരണമായ ചില സംഭാഷണങ്ങളുടെയും ഒക്കെ കഥകളുടെ പേരിൽ, ശബ്ദരേഖയുടെ പേരിലാണ്. എന്നാൽ പോലീസ് വ്യക്തമാക്കുന്നു, ഇതുവരെ ആ യുവതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പോലീസ് പറയുന്നില്ല. യുവതിയുടെ പരാതി കിട്ടിയില്ല. എന്നാൽ കേരളത്തിലെ ചില ചാനലുകൾ പറയുന്നു പോലീസ് യുവതിയെ ഇതിനകം കണ്ടെത്തി, ശബ്ദരേഖയുടെ ആധികാരികത ഉറപ്പിച്ചു.
ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, സത്യമായിരിക്കും. ഈ ശബ്ദരേഖ കൃത്രിമമായി ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. കാരണം റിപ്പോർട്ടർ ചാനൽ ഒരു ആധികാരിക ചാനലാണ്. അവരൊരു കൃത്രിമ ശബ്ദരേഖ തയ്യാറാക്കിയാൽ വലിയ അപകടം ഉണ്ടാകും ചാനലിന് ഫ്യൂച്ചറിൽ. അതുകൊണ്ട് തന്നെ ഈ ശബ്ദരേഖയുടെ ആധികാരികതയെ സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നില്ല. ഇതൊരു വ്യാജ ശബ്ദരേഖയായിരുന്നുവെങ്കിൽ ഇന്നലെ രാഹുൽ ഈശ്വർ അതിനെ ചോദ്യം ചെയ്തേനെ. രാഹുൽ മാങ്കൂട്ടം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ ചോദ്യം ചെയ്തേനെ. അപ്പോൾ ചുരുക്കത്തിൽ ശബ്ദരേഖയുടെ ആധികാരികത സംബന്ധിച്ച ഒരു സംശയം നമുക്കില്ല. കാരണം അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം തന്നെയാണെന്ന് ഉറപ്പിക്കാം. പക്ഷെ മറുവശത്ത് ആരോപണവുമായി യുവതിയില്ല. അപ്പോൾ ഒരു യുവതിയും യുവാവും അവരുൾപ്പെട്ട ഒരു പ്രോസസ്സിന്റെ ഭാഗമായി ഗർഭിണിയായി അല്ലെങ്കിൽ അതിനെ ഗർഭചിത്രത്തിലേക്ക് പോകുന്നു. ഇവിടെ അങ്ങനെ അവിവാഹിതരായിട്ടുള്ള 2 വ്യക്തികൾ ഗർഭചിത്രം ചെയ്യുന്നത് നിയമ അനുസരിച്ചുള്ള അല്ല, ഇവിടെ യുവതിയും പ്രതി ചേർക്കപ്പെടും. ഇവിടെ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിലും യുവതിയും പ്രതി ചേർക്കപ്പെടാം. ഒരു പക്ഷേ അതിന് ഡോക്ടർമാർ അത്തരം നൂലാമാലകളിലേക്ക് ഈ പ്രശ്നം കടന്നേക്കാം. ഒന്ന്, ഒരു യുവതിക്ക് പരാതി ഇല്ലാത്തിടത്തോളം കാലം ഇത്തരം കെട്ടുകഥകൾക്ക് പിന്നാലെ പോകാൻ കഴിയില്ല എന്നൊരു മറുവശം കൂടി ഇതിലുണ്ട്. പിന്നെ ഇത്തരമൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായി? ഇപ്പോൾ വിവാഹം കഴിക്കണമെന്നില്ല ഒരു യുവതിയുമായി ഒരുമിച്ച് താമസിക്കണമെങ്കിൽ. അതൊരു ലിവിങ് ടുഗദർ ആകാം, അല്ലെങ്കിൽ രണ്ടുപേരും ഉഭയകക്ഷി സമ്മതപ്രകാരം കുറേയേറെ കാലം ജീവിച്ചതാവാം. അപ്പോൾ ഇതിൽ വ്യക്തിപരമായ ഒരു വലിയ അംശം കിടപ്പുണ്ട്. ആ വ്യക്തിപരമായ ഒരു സ്വകാര്യതയുടെ ഒരു പ്രൈവസിയുടെ ഒരു പാർട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അവകാശപ്പെട്ടതുമാണ്. യുവതി പരാതിപ്പെട്ടില്ലെങ്കിൽ, യുവതി പരാതിയുമായി രംഗത്തെത്തിയില്ലെങ്കിൽ അത്തരമൊരു സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഒരു അവകാശ സംരക്ഷണത്തിന് രാഹുലിന് അവകാശമുണ്ട്. പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് പൊതുപ്രവർത്തകൻ എന്നുള്ളൊരു ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം. ആ പൊതുപ്രവർത്തകൻ എന്നുള്ള ധാർമ്മികതയിൽ ഇതൊക്കെ ചോദ്യചിഹ്നങ്ങളായി ജീവിതത്തിൽ അവശേഷിക്കും. 1. 2, മറ്റെല്ലാ ബന്ധങ്ങളിലേക്കും ഒരേ സമയം കടന്ന തെളിവുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. പക്ഷെ അതിന് ഉപോത്ബലകമായ പരാതികൾ എത്തുന്നില്ല. റിനി ആൻഡ് ജോർജ് ഇതുവരെ ഉന്നയിച്ച പരാതികൾ വെച്ച് നോക്കുമ്പോൾ വലിയൊരു കൊടിയ പീഡനത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും അതിലില്ല. നല്ലൊരു ഫ്ലർട്ടിങ്ങിൻ്റെ ഒരു തലം മാത്രമാണ്. പക്ഷെ അവിടെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രതികരണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാനും ആ യുവതിയും തമ്മിൽ വളരെ അടുത്ത സൗഹൃദത്തിലാണ്. അത് എടുത്തു പറയേണ്ടതാണ്. അതേ വാക്കുകളാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചത്. ആ യുവതി അത്തരമൊരു പരാതി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 മറുപടിയിൽ ഒത്തിരി മാനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മറുവശത്ത് അവന്തികയുടെ വിഷയം അവിടെ നിൽക്കട്ടെ, അതൊക്കെ പോലീസ് അന്വേഷിച്ച് അതിന്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കട്ടെ. കാരണം ഇത്തരം ആരോപണങ്ങൾ ഒരാരോപണം അതും എനിക്കൊന്ന് 3-4 വർഷമായിട്ടുള്ളൊരു ബന്ധമാണ്. അതെ, അത്തരം ബന്ധങ്ങൾ കാണാം. ഒരു പക്ഷേ ഈ ചില വ്യക്തിത്വങ്ങളുടെ ഒരു ഭാഗമാണ് ചില പെർവേറ്റഡ് കമൻറ്റുകൾ പറയുക, ചില പെർവേറ്റഡ് മെസ്സേജുകൾ അയക്കുക. അത്തരം ആളുകളെ ഇഷ്ടപ്പെടാത്തവർ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്തങ്ങ് പോകും, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യത്തില്ല. പക്ഷേ ഇവിടെ പല യുവതികളും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു സൗഹൃദത്തിന് ശ്രമിച്ചിരുന്നു എന്നത് സത്യമാണ്. അവർക്കൊക്കെ ഒരു പക്ഷേ രാഹുൽ എന്ന സുമുഖനായ ഉജ്ജ്വല രാഷ്ട്രീയ ഭാവിയുള്ള ഒരു നേതാവിലൂടെ, ഒരു മന്ത്രിയിലൂടെ, അല്ലെങ്കിൽ കേരളം ഭരിക്കേണ്ട ഒരു നേതാവ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെ ഒരു ഭർത്താവിനെ അവർ കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ ഏതെങ്കിലും തലത്തിൽ തങ്ങളുടേതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് അവരൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാവാം. പിന്നീട് ഇതൊക്കെ വെറും ഫ്ലർട്ടിംഗ് സൗഹൃദങ്ങൾ മാത്രമായിരുന്നുവെന്നും രാഹുലിന് അത്രയേറെ ഒരു ആഴത്തിലുള്ള ബന്ധം തങ്ങളുമായി ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവരൊക്കെ തിരിയും. അതും ഒരു സ്വാഭാവികതയാണ്. അപ്പോൾ അവിടെ വാശി വരും, വൈരാഗ്യം വരും. ഈ നടിയുടെ ചില ആരോപണങ്ങളുടെ ഒരു അടിസ്ഥാന സ്വഭാവം അതുതന്നെയായിരുന്നു. രാഹുലിനെ തകർക്കുന്ന തരത്തിൽ ഒരുപാട് പരാതികൾ, ഒരുപാട് സ്ത്രീകളെ ഇയാൾ ചതിച്ചിട്ടുണ്ട്, ഇയാൾ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടണം, രാഷ്ട്രീയ മാലിന്യമായി പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ചു കൊണ്ടുവരുന്നു. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും നേരിട്ട് അത്രയേറെ അനുഭവങ്ങളുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ എനിക്ക് അത്തരം പീഡനാനുഭവങ്ങൾ ഇല്ല എന്നൊരു ഘട്ടത്തിൽ പറയുന്നു. അപ്പോൾ അവിടെയെല്ലാം വൈരുദ്ധ്യം ധാരാളം നിലനിൽക്കുന്നു. ട്രാൻസ്വുമൺ അവന്തികയുടെ പ്രശ്നം അവിടെ നിൽക്കും. കാരണം അത് കൃത്യമായി അന്വേഷിച്ചറിയണം. മറുവശത്ത് ഇന്ന് കേരളത്തിൽ ഇപ്പോഴില്ലാത്ത ഒരു പ്രവാസി യുവതിയുടെ ചില വെളിപ്പെടുത്തലുകൾ എന്ന നിലയിൽ ചില ചാറ്റുകൾ കാണുന്നു. അതിലും ഒരു പരാതി വന്നിട്ടില്ല. യുവതിയുടെ യാതൊരുവിധ മുഖവുമില്ല, ഒരു മീറ്റു ആരോപണം പോലുമില്ല. ഇതൊരു 2 തലത്തിലാണ് ഇപ്പോൾ രാഹുൽ വീഴാൻ പോകുന്നത്. ഒന്ന്, രാഹുലിൻ്റേതായ ഒരു വലിയ ഒരു പെർവേറ്റഡ് സ്വഭാവ രീതി ഉണ്ടായിരുന്നു. ഒരു അശ്ലീല മെസ്സേജുകൾ അയക്കുക, ഇക്കിളിപ്പെടുത്തുന്ന ചില അയക്കുക. അത് ഒരുപക്ഷെ പ്രായത്തിന് 35 വയസ്സേ ഉള്ളൂ, ചെറുപ്പക്കാരൻ, സുമുഖൻ,
ഇതുവരെ മാരേജിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി ചില യുവതികൾക്കൊപ്പം ജീവിതം ഒരു പക്ഷേ ഒരു ലിവിങ് ടുഗദറൊക്കെ ഉണ്ടായി കാണും. അത് രാഷ്ട്രീയത്തിൽ എത്രമാത്രം അംഗീകരിക്കപ്പെടുമെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുമ്പോൾ ചില ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ഇതിനേക്കാൾ ആരോപണങ്ങൾ നേരിട്ട ഗണേഷ് കുമാർ എന്ന മന്ത്രിയാണ്. മുകേഷ് ഇന്ന് ജനപ്രതിനിധിയായി ഒരു കൂസലുമില്ലാതെ നടക്കുന്നു. മുൻപ് LDF മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ തോമസ് ഐസക്കിനെതിരെ മറ്റൊരു തിരുവനന്തപുരം മന്ത്രിക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസിലെ വിൻസെന്റ് MLA ബലാത്സംഗം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിട്ടയാളാണ്. എൽദോസ് കുന്നപ്പള്ളി ഒരു സ്ത്രീയെ കൊല്ലാൻ വേണ്ടിയിട്ട് കോവളത്ത് കൊണ്ടുപോയെന്നും തള്ളിയിടാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ കഥകൾ കേട്ടതാണ്. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ നേരിട്ട ധാരാളം പേർ ഇന്ന് കേരള മന്ത്രിസഭയിലുണ്ട്, കേരളത്തിൻ്റെ ജനപ്രതിനിധി സഭയിലുണ്ട്. മറുവശത്ത് നമ്മൾ പഴയ തലമുറകളിലേക്ക് പോകുമ്പോഴും ഇത്തരം ധാരാളം കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ കാലവും കടന്നു പോകും എന്ന് പറയുന്നത് പോലെ രാഹുൽ മങ്കൂട്ടത്തിൽ സത്യസന്ധതയോടെ തനിക്ക് തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റി ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഒന്ന് ഒതുങ്ങുക, ഒന്ന് താഴേക്ക് വീഴുക, അതിനുശേഷം ഒരു രാഷ്ട്രീയ സ്പേസിൽ സ്വന്തം തിരുത്തലുകളോടെ രാഹുൽ മങ്കൂട്ടത്തിന് വളർന്നു വരാം. അത് വ്യക്തിപരമായ ഒരു ഉപദേശം. അതിലപ്പുറം രാഷ്ട്രീയപരമായി കോൺഗ്രസ് നേതാക്കൾക്കും അത്ര ശക്തമായ നിലപാടുകൾ ഇക്കാര്യത്തിൽ എടുക്കാൻ കഴിയില്ല. കാരണം മിക്ക നേതാക്കളുടെയും ഒളിവുകാല ജീവിതവും രാത്രികാല ജീവിതവും ഒക്കെ പല ശിഷ്യഗണത്തിനും നേതാക്കൾക്കും ഒക്കെ പരസ്പരം അറിവുള്ളതാണ്. അത് പറഞ്ഞ് രാഹുൽ മങ്കൂട്ടത്തിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷേ രാഹുലിനെതിരെ പരാതികൾ വന്നില്ല എന്നിപ്പോഴും നമ്മൾ എടുത്തു പറയണം. ഇത് നിയമപരമായ കുരുക്കിൽ രാഹുൽ പതിക്കണമെങ്കിൽ, രാഹുലിനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കി രാഹുലിനെ പൂർണ്ണമായി തീർത്ത് കളയണമെങ്കിൽ ആ നിയമപരമായ പരാതി കിട്ടണം. പണ്ട് ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇതിനേക്കാളൊക്കെ എത്രയോ മ്ലേച്ഛമായ ആരോപണങ്ങളായിരുന്നു. അടുത്ത ഇലക്ഷനിൽ കുഞ്ഞാലിക്കുട്ടി തോറ്റു. പക്ഷേ കുഞ്ഞാലിക്കുട്ടി വീണ്ടും സജീവ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നു. കുഞ്ഞാലിക്കുട്ടിക്ക് ഇന്ന് ആ പഴയകാല ഓർമ്മകൾ കാണും. അതല്ലാതെ അത്തരം ആരോപണങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലോ മാധ്യമങ്ങളുടെ സമൂഹത്തിലെ ശക്തമായി നിലനിൽക്കുന്നില്ല. രാഹുൽ മങ്കൂട്ടത്തിൻ്റേത് അതിന് സമാനമെന്നൊന്നും നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ രാഹുലിനെതിരെ 2 തലത്തിലുള്ള ആക്രമണങ്ങളാണ്, ആരോപണങ്ങളാണ്. ഒന്ന്, രാഹുൽ ചെയ്ത ജീവിതത്തിലെ ചില പാളിച്ചകൾ ഇപ്പോൾ രാഹുലിന് വലിയ വിനയായി തീർന്നിരിക്കുന്നു. 2, രാഹുൽ ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട് നാവുകൊണ്ടാണ് രാഹുൽ വളർന്നു വന്നത്. ആദ്യം ചാനൽ ചർച്ചകളിൽ മൂർച്ചയേറിയ നാവ് ഉപയോഗിച്ചു. പിന്നീട് രാഷ്ട്രീയ എതിരാളികളെ തകർക്കുന്ന നാവായി മാറിയത്. കോൺഗ്രസിൻ്റെ പുതുശബ്ദം ആക്രമണത്തിൻ്റെ ഒരു സ്വഭാവം കൈവരിച്ചത് രാഹുൽ മങ്കൂട്ടത്തിലിനെ പോലെയുള്ളവരുടെ നാവിൻ്റെ ശക്തിയിലൂടെയാണ്. അതേ നാവ് മറ്റൊരു തലത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ഉപയോഗിച്ചു എന്ന് വേണം നമ്മൾ ഈ വസ്തുതകൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്. പകൽ ഒരുപക്ഷെ രാഷ്ട്രീയ ശത്രുക്കളെ രൂക്ഷമായി ആക്രമിക്കുന്ന രാഹുൽ മങ്കൂട്ടത്തിൽ വൈകുന്നേരം ഇക്കിളിപ്പെടുത്തുന്ന ഒരു ലീലകളിലേക്ക് തൻ്റെ നാവിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. തൻ്റെ ചാറ്റ് മുറികളെ ഒന്ന് മാറ്റി. മൊബൈൽ, വാട്സാപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാമാണ് ഇതിൽ കൂടുതലായിട്ട് പറയുന്നത്, ഡിസപ്പിയറിങ് മെസ്സേജസ്. അപ്പോൾ അത് ബുദ്ധിപരമായിട്ട് തീർന്നു. അപ്പോൾ ഡിസപ്പിയറിങ് ടെലിഗ്രാം, ഇൻസ്റ്റാ മെസ്സേജുകളിലൂടെ രാഹുൽ പകൽ സമയം ഈ ആധുനിക ഡിജിറ്റൽ ഉപകരണങ്ങളിൽ എത്രമാത്രം ശക്തിയോടെ യൂത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചോ അത്രയും ശക്തിയോടെ വ്യക്തിപരമായ ഒരു മേഖലയിൽ രാഹുൽ വിഹരിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതിൽ രാഹുൽ കുറ്റക്കാരനാണ്, അതിൽ സംശയമില്ല. പക്ഷെ രാഹുലിനെ ഇത്തരമൊരു കുറ്റക്കാരനായി നമ്മൾ ചിത്രീകരിക്കുമ്പോൾ ഈ കടന്നു വന്ന സ്ത്രീകളെയെല്ലാം പരിശുദ്ധകളായി നമുക്ക് പറയാനും കഴിയില്ല. രാഹുലിനെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു സൗഹൃദത്തിന് അവരൊക്കെ ഉപയോഗപ്പെടുത്തി. രാഹുൽ ഈ അവസരം ഉപയോഗിക്കുകയും ചെയ്തു. ഒരു പൊതുസ്ഥാനത്ത്, പ്രത്യേകിച്ച് ഒരു ഉന്നത ജനപ്രതിനിധി സഭയിൽ ഇരിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട അടിസ്ഥാന മാന്യതകളുണ്ട്, ധാർമ്മികതയുണ്ട്. അതിൽ വീഴ്ചകൾ വന്നു. ഇപ്പോൾ ചില തമാശകളൊക്കെ കേൾക്കാം. നമ്മൾ ഈ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ 1-2 കേസാണ് പോട്ടെ, ഇത് കൊട്ടക്കണക്കിന് കേസാണല്ലോ എന്നൊക്കെ പറയുന്ന ഒരു സാധാരണ ജനങ്ങളുടെ ഒരു രാഷ്ട്രീയ നേതാവിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില പാഠങ്ങൾ ഇനിയെങ്കിലും യുവതലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു രാഷ്ട്രീയ നേതാവ് എന്തൊക്കെ പാലിക്കണം എന്നുള്ളത്, സമൂഹത്തിൽ എന്തൊക്കെ നമ്മൾ ഈ പണ്ട് ഈ അച്ഛൻ പട്ടത്തിലേക്കൊക്കെ അത്തരത്തിൽ പോകുമ്പോൾ അവരെ ഒന്ന് ട്രെയിൻ ചെയ്യിക്കും. ഒരു കുടുംബജീവിതത്തിലാണെങ്കിൽ ഒന്ന് ട്രെയിൻ ചെയ്യിച്ചു വിടും. അത് അത്തരത്തിൽ ഇനിയെങ്കിലും യുവതലമുറ രാഷ്ട്രീയ നേതാവ് എന്നുള്ള ഒരു ലേബലിലേക്ക് എത്തുന്നതിന് മുമ്പ്, അത് ഏത് പാർട്ടിയാണെങ്കിലും ഒന്ന് ട്രെയിൻ ചെയ്ത് അവർക്ക് വേണ്ടുന്ന
എന്ന ഒരു ടീച്ചിങ് കൊടുക്കേണ്ടത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ കാരണം ഇത് നേരത്തെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെ, രാഹുലിനെ സംബന്ധിച്ച് ഇതൊക്കെ യുവതലമുറയിലുള്ള ഒരു ഇപ്പോഴത്തെ ചാറ്റിൽ പോലും അങ്ങ് വലിയ ഇത് ഇനി വരാനിരിക്കുന്ന ചാറ്റ് നമുക്കറിയില്ല. പക്ഷെ അല്ല, ഇതുവരെയുള്ള ഈ ചാറ്റുകളുടെയും ഈ ആരോപണങ്ങളുടെയും പൊതു സ്വഭാവം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആകെ മുന്നോട്ട് വന്ന ഒരു നടിയുടെ ഡയറക്റ്റ് ആരോപണം. ഹണി ഭാസ്കർ ആരോപണം ഉന്നയിച്ചതിൽ വലിയ അടിസ്ഥാനമൊന്നുമില്ല. ഹണി ഭാസ്കർ പറയുന്ന ഒരു ഹൃദയചിഹ്നവും ശ്രീലങ്കയുടെ ഫോട്ടോയും അത് വെച്ചിട്ടൊരു അല്ല, അതിന് താഴോട്ടുള്ളത് ഇടാനാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. രാഹുൽ അത് ഇടത്തില്ല, വെല്ലുവിളിച്ചിട്ടും ഹണി ഭാസ്കർ ഇടുന്നില്ല. രാത്രി മുഴുവൻ തനിക്ക് മെസ്സേജുകൾ അയച്ചു എന്ന് പറയുന്ന ഹണി ഭാസ്കർ അതിന് എന്ത് മറുപടി കൊടുത്തു എന്ന് രാഹുൽ വെല്ലുവിളിച്ചിരിക്കുന്നു. അപ്പോൾ ഹണി ഭാസ്കറിന് നമുക്കതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. പിന്നീട് കടന്നു വന്ന അവന്തികയുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനം എന്ത് എന്നത് അതും ചെറിയ ചാറ്റിംഗേ ഉള്ളൂ, വലിയ വ്യക്തതയൊന്നുമില്ല. പിന്നെ ഊരും പേരുമില്ലാത്ത ഏതോ ഒരു കേരളത്തിൽ താമസിക്കാത്ത ഒരു യുവതി, ഇതിലപ്പുറം കൃത്യതയോടെ ഒരു പരാതി ഉയർന്നു വരട്ടെ, അത് പോലീസിന് നിയമപരമായ നടപടികൾ എടുക്കാം. പക്ഷെ ആ വോയിസ് മെസ്സേജ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഗർഭചിത്രവുമായി ഇപ്പൊ അതിൽ തന്നെയാണ് പോലീസും പിടിച്ചു നിൽക്കുന്നത്. അല്ല, അതൊരു സ്വകാര്യത, ഒരു വ്യക്തിയുടെ പ്രൈവസി, അതിന്റെ നിജസ്ഥിതി ഇപ്പോൾ അല്ല, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ലിവിങ് ടുഗദർ റിലേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല, അത് അവരുടെ മാത്രമുള്ള സ്വകാര്യത. പക്ഷെ ഒരു ഗർഭചിത്രം എന്നുള്ളത് നമ്മളുടെ നിയമം അത്രമാത്രം അത് അനുസരിച്ച് രണ്ട് വ്യക്തികൾക്ക് അതിന്റെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പലവിധ കാരണങ്ങൾ വരാം, കുട്ടി അപകടത്തിലാവാം, അല്ലെങ്കിൽ പല വിഷയങ്ങളുണ്ടാവും. അതൊക്കെ ഇനിയും നിർവചിക്കപ്പെടേണ്ടിയിരിക്കുന്നു. പരാതി ഉയരാത്തിടത്തോളം കാലം ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം ആരോപണം ഉയർന്നു വരുമ്പോൾ തന്നെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ വെട്ടുക്കിളികൾ പോലെ ആക്രമണകാരികൾ സമൂഹ മാധ്യമങ്ങളിൽ, ചാനലുകളിൽ നിറയും. കേരളത്തിൻ്റെ ചാനൽ സ്വഭാവം ഇപ്പോൾ ഏറെ മാറി. പണ്ട് സോഷ്യൽ മീഡിയയിലായിരുന്നു ഇത്തരം വാർത്തകളും. ഇന്നലെ പൂവൻകോഴിയുടെ ഒക്കെ പടവിട്ട് ഒരുപാട് ചാനലുകളിൽ ഒരുപാട് തമ്പുകൾ നിറയെ പൂവൻകോഴിയുടെ പടവിട്ട്. ഒരിക്കലും ഒരു ഉത്തരവാദിത്വപ്പെട്ട ഒരു ചാനൽ തമ്പിൽ ഇത്തരം പൂവൻകോഴി പടങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഇപ്പോൾ വീണ് കിട്ടിയ ഒരു ഇരയെ തല്ലിക്കൊന്ന് അതിനെ പപ്പും പൂടേയും പറിച്ച് പീസാക്കി വീണ്ടും കത്തിച്ചെറിഞ്ഞ് ആനന്ദിക്കുന്ന കാഴ്ച, അത് വ്യൂവർഷിപ്പിന് വേണ്ടിയാണ്. നിപ്പിൽ നിലപാട് മാറ്റുന്ന ഒട്ടനവധി ചാനലുകൾ ഓരോ ആരോപണം വരുമ്പോഴേക്കും വീണ്ടും ഘടകം പറഞ്ഞ് നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ചാനൽ പോരിൽ തീർച്ചയായും ബലിയാടാക്കപ്പെടും എന്ന് നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിലൊക്കെ കൂടുതൽ ആക്രമിക്കപ്പെടാം. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാൾക്ക് എവിടെയെങ്കിലുമൊക്കെ വീഴ്ച സംഭവിക്കുമ്പോൾ ഇത്തരത്തിൽ വ്യാപകമായി ആക്രമിക്കപ്പെടാം. അല്ല, ഇത് തിരിച്ചും മുതലെടുക്കുന്ന ഈ പെൺകുട്ടികളെയും കൂടിയാണ്. അവരും ഇത്തരത്തിൽ എന്തായാലും ഈ പറഞ്ഞതുപോലെ അന്ന് അവർക്കും ഉണ്ടായി, ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അവർ ഇത്തരത്തിൽ ഒരു കേസുമായിട്ട് പോയിരുന്നെങ്കിൽ 3.5 വർഷം മുമ്പ് തുടങ്ങിയ ഒരു സൗഹൃദം മെസ്സേജ് വന്ന് അപ്പോൾ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അല്ലെങ്കിൽ അന്ന് തന്നെ ഒരു തെറ്റായ മെസ്സേജ് ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാം, അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കാം. അവരെല്ലാം ഭരിക്കുന്നത് പോലീസ് കൃത്യമായിട്ട് കൊണ്ടുപോകും. അപ്പൊ അതൊന്നും ചെയ്യാതെ 3.5 കൊല്ലം 5 വർഷം മുമ്പുള്ളതാണ്. ഈ ഒരു ചാറ്റ് എടുത്ത് അന്ന് സമൂഹ മാധ്യമത്തിൽ ഇട്ടാൽ മതി, അത് ബാക്കിയുള്ളവരെല്ലാം ഏറ്റെടുക്കും. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇപ്പോൾ ഈ ഒരു ആക്രമണം എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു കൂട്ട ആക്രമണം ഇത്തരം എനിക്ക് കോൺഗ്രസിന്റെ ആ ഒരു ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഒരു പരാതി ഉന്നയിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞതുപോലെ ആ വ്യക്തിയുടെ മേൽ പരാതി പെട്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ആ ഒരു അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്, രാജിവെപ്പിച്ചത് എന്തുകൊണ്ടും കോൺഗ്രസ് ചെയ്ത ഒരു നല്ല നീക്കമാണ്. കാരണം ഇത് CPM-ലോ മറ്റെങ്ങും ഞാൻ കണ്ടിട്ടില്ല. കാരണം മുകേഷ് MLA നേരിട്ടിട്ടുണ്ട്, ഗണേഷ് കുമാർ നേരിട്ടിട്ടുണ്ട്, പക്ഷെ അതോടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇനി MLA സ്ഥാനവും കൂടെ രാജിവെക്കണം എന്നുള്ള രീതി വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം രാജിവെക്കേണ്ടി വരും, അല്ലേ? അതിലാണ് ഇപ്പോൾ കോൺഗ്രസ് പിടിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഇപ്പോൾ പോലീസ് FIR ഇട്ടാൽ പോലും MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല. കോടതി കുറ്റാരോപിതനായിട്ട് ഇപ്പോൾ കാണുന്നുള്ളൂ. കുറ്റം തെളിയിക്കണം, ശിക്ഷിക്കപ്പെടണം, ആ ഘട്ടത്തിലെത്തണം. പക്ഷേ രാഹുലിന് എതിരെ എന്തെങ്കിലും തന്നെ ക്രൂശിക്കപ്പെട്ടിരുന്നു ഉമ്മൻചാണ്ടി. അതെ, ഉമ്മൻചാണ്ടി തെറ്റ് ചെയ്യാതെ അതന്നെ. പക്ഷെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യക്തമായ തെളിവുകൾ ശേഖരിക്കാൻ കേരളത്തിൻ്റെ പോലീസിന് കഴിഞ്ഞാൽ, ഒരു പരാതി പോലീസിന് മുന്നിലെത്തിയാൽ ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും ഉണർന്ന് പ്രവർത്തിച്ച് രാഹുലിനെ തീർത്തിരിക്കും, അറസ്റ്റ് ചെയ്തിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഇത് അതിജീവിച്ചാൽ ഒരുപക്ഷെ രാഹുലിന് തൻ്റെ പരിക്ക്, തനിക്ക് പറ്റിയ വീഴ്ചകൾ
തിരുത്തിക്കൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ എന്ത് ജീവിതത്തിലേക്ക് വീഴ്ചകൾ തിരുത്തിയാലും എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം, ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് അവളെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ ഗർഭിണിയാക്കി ഇല്ല, ഡയറക്റ്റ് പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു മഹാ തെറ്റ് തന്നെയാണ്, മഹാപാതകം തന്നെയാണ്. അത് തിരുത്തേണ്ടുന്നതാണെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തിയോടാണെങ്കിൽ അത് തിരുത്തേണ്ടുന്നതാണെങ്കിൽ അത് തിരുത്തുക. അല്ലാതെ ഈ പറഞ്ഞതുപോലെ നിരവധി പെൺകുട്ടികളോട് വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഇതൊക്കെ ആരോപണങ്ങളാണ്. ഇതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ കുറെയൊക്കെ തിരുത്തുക. ഇത് ശരിയാണ് എന്ന് ഉറപ്പിച്ച് പറയേണ്ടത് ആരാണ്? ഇത്തരം പരാതികളുള്ളവർ നേരിട്ട് പോലീസിൽ പരാതി നൽകി. ഇവരുടെ പേരൊന്നും വ്യക്തമാക്കണ്ട. പക്ഷെ അത്തരം ആരോപണങ്ങൾക്കപ്പുറത്ത് ഇതിനൊന്നും നിജസ്ഥിതിയില്ല. വനിതാ നേതാക്കളെല്ലാം പീഡിപ്പിക്കാൻ ശ്രമിച്ചു, എംപിയുടെ ഭാര്യയുടെ അടുക്കൽ ചെന്നു, മകളുടെ അടുക്കൽ ചെന്നു എന്നൊക്കെ പറഞ്ഞ് വ്യാപക പ്രചരണം. നമ്മൾ ശരിക്കും ഈ സൊസൈറ്റിയിൽ നിൽക്കും, അല്ലെങ്കിൽ പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയില്ല, അതുകൊണ്ട് അദ്ദേഹം സേഫ് ആണ് എന്ന് പറയുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ നേരിടുന്ന ഒരു അനുഭവം ഒരു പക്ഷെ അവൾക്ക് തുറന്നു പറയാം. അവളുടെ ഭാവി മാത്രമല്ല, കുടുംബത്തെ മുഴുവൻ, ആ കുടുംബ പശ്ചാത്തലം മുഴുവൻ സൂചനയാണ്. ഇത് എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു സൂചനയാണ്. ഇത്തരത്തിൽ ഇനി ഉണ്ടായ, ഞാൻ പറയുന്ന പെൺകുട്ടികൾ ധൈര്യമായി മുന്നിട്ട് ഇറങ്ങി വരണം. ഇത്തരത്തിലുള്ളവർക്ക് വേണ്ടി ആദ്യമേ തന്നെ പരാതി 3-4 വർഷം കഴിഞ്ഞ് കൊടുത്തിട്ട് ഇറങ്ങി വരുന്നവര് ഒരു സൗഹൃദത്തിന് എന്ന ഏതെങ്കിലും ഒരു സംഭാഷണ ശകലം ഏറ്റെടുത്ത് ഇപ്പൊ ആക്രമിക്കുന്ന രീതി സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ഹൈക്കോടതി ഈ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധങ്ങൾ ഒരിക്കലും പീഡനത്തിന്റെ പരിധി വരിക. സുപ്രീം കോടതി ശരിവെച്ചു. ആ യാഥാർത്ഥ്യങ്ങളും നിയമ സംവിധാനങ്ങൾ പറഞ്ഞ് ഈ കമന്റുകൾ മുൻനിർത്തി നമുക്ക് ഉറപ്പിച്ച് പറയാം, രാഹുൽ രാഷ്ട്രീയമായി ധാർമ്മികമായി സേഫ് സോണിലല്ല. പക്ഷെ നിയമത്തിൻ്റെ കണ്ണിൽ എത്രമാത്രം സേഫാണെന്ന് പറയാൻ പറ്റില്ല. ഈ നിയമത്തിൻ്റെ കണ്ണിൽ എത്രമാത്രം അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങും എന്നത് വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പെൺകുട്ടികൾ അധികം ശ്രദ്ധിക്കുക. ചെറുപ്പത്തിൽ, അതല്ലെങ്കിൽ സ്കൂൾ ടൈമിൽ തന്നെ സെക്ഷൽ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കുറെ കൂടി അധികമായിട്ട് നൽകേണ്ടുന്ന ഒരു സന്ദർഭമാണ്. ഇത്തരത്തിലുള്ള വ്യക്തികൾ, ഒരുപക്ഷെ സമൂഹത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തികൾ ഇനിയും വന്നുകൂടായികയെന്നില്ല. അതുകൊണ്ട് പെൺകുട്ടികൾ സൂക്ഷിക്കുക. സൂക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോഴും നമ്മളിപ്പോൾ ഒരു ആധുനിക ലോകത്ത് ജീവിക്കുന്നതാണ്. സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അത് മറ്റൊരാൾ നമ്മളെ മിസ്യൂസ് ചെയ്യുന്ന തരത്തിലാകരുത്. ഇപ്പോൾ മറ്റൊരു തലം കൂടി ഉണ്ടെന്ന്, ഈ വിവാഹ ജീവിതം എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റിലും ഈ പുതുതലമുറയിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെയൊക്കെ അതിജീവിക്കാൻ തക്ക രീതിയിലുള്ള ഒരു പല ആരോപണങ്ങളുടെയും നിജസ്ഥിതി നമുക്ക് മനസ്സിലാവുന്നില്ല. അത് നമ്മുടെ ഒക്കെ നിർവചനങ്ങൾക്ക് അപ്പുറമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ഉള്ള വസ്തുതകളുടെ വളരെ ഒരു സത്യസന്ധമായ വിലയിരുത്തൽ പലപ്പോഴും ചാനലുകൾക്കോ നിയമ സംവിധാനങ്ങൾക്കോ ഒക്കെ കഴിയുന്നില്ല. അതാണ് ഇവിടുത്തെ പരിമിതി. നോക്കാം, കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.